വെൽക്കം ബാക്ക് ടു മൈ ഡിയർ താടിക്കാരൻ ടിപ്സ്. കുറച്ച് നാളായി റിവ്യൂ ഒക്കെ ചെയ്തിട്ട് അക്കൗണ്ട് പോയി ഇപ്പോഴാണ് തിരിച്ച് കിട്ടിയ ഐ നോ ബഡി. ആ സിനിമ ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂ അല്ല, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പടം എങ്ങനെ ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ കണ്ടപ്പോൾ ടീസർ കണ്ടിട്ടാണ്, ട്രെയിലറൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോയത്. പോയപ്പം ഒരു ബാങ്ക് റോബറി ഇതൊക്കെ പ്രതീക്ഷയാണ് ഞാൻ പോയത്. പിന്നെ ഒരു ലക്കി ഭാസ്കർ സ്റ്റൈല് നമ്മളത് കാണുമ്പോൾ, ആ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് പ്രതീക്ഷയാണ് പോയത്. പക്ഷെ അങ്ങനെ ഒന്നും അല്ലായിരുന്നു പടം. ഫസ്റ്റ് ഹാഫ് സീറ്റ് എഡ്ജിൽ പിടിച്ചിരുത്തുന്ന രീതിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ്, നല്ല നല്ല മെനക്കെട്ടിരുന്ന് ചെയ്ത ഒരു സാധനം. മേക്കിംഗ് ആയാലും എഡിറ്റിംഗ് ആയാലും എല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് കൊള്ളൂല ഞാൻ പറയൂല. എല്ലാവരും പറയുന്നത് കൊള്ളൂല, അങ്ങനെ കൊള്ളൂല ഞാൻ പറയൂല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അതിൻ്റെ ലെങ്ത് കുറയ്ക്കായിരുന്നു. ലെങ്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര ലെങ്ത് ആയി പോയത് പോലെ ഒരു ഫീല്. പക്ഷെ അത് എവിടെ തുടങ്ങി, നല്ല കട്ട് ചെയ്യായിരുന്നു, നല്ല നല്ല ക്രിസ്പായിട്ട് ഇനിയും കട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എനിക്ക് തോന്നി. ലെന്തിൻ്റെ കാര്യം ഭയങ്കര ഇതൊന്നും നിങ്ങൾ മൈൻഡ് വെച്ച പടം കാണാൻ പോവുകയാണെങ്കിൽ ഒരു 2.25 മണിക്കൂർ പടമുണ്ട്. സോ പടം ലെങ്ത് എനിക്ക് ഭയങ്കര ഇഷ്യൂ ആയിട്ട് തോന്നി. അതല്ലാതെ സെക്കൻഡ് ഹാഫ് കുറച്ച് നല്ല രീതിക്ക് കട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു 2-2.25 മണിക്കൂർ വരുന്ന ഒരു പടമായിരുന്നു. അരമണിക്കൂർ കുറഞ്ഞത്. പിന്നെ ട്രിവാൻഡ്രം സിറ്റിക്കകത്താണ് പടം ഫുള്ള് എടുത്തിട്ടുള്ളത്. നമുക്ക് കുറേ ട്രിവാൻഡ്രത്തിലുള്ള കുറേ പ്ലേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അത്രയൊക്കെ പറയാനുള്ളൂ. ഇഷ്ടമുള്ളവർ പോയി കാണുക. അന്ന് മസ്റ്റ് വാച്ച് തിയേറ്റേഴ്സ് അങ്ങനെ ഒന്നും പറയൂല. പക്ഷെ നിങ്ങൾക്ക് ടൈമുണ്ട്, കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ പോയി കാണുക. അതൊക്കെ ഓൺ റിസ്ക് ആണ്, അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. ബൈ ബൈ ഫ്രം കളിക്കാരൻ.